സഹോദരങ്ങളെ, ഇസ്ലാം പ്രതിക്കൂട്ടിൽ നിർത്തപ്പെടുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ഞാൻ ആദ്യത്തിൽ തന്നെ പറഞ്ഞു, ഇസ്ലാമിന്റെ കരുണ, ഇസ്ലാമിന്റെ പ്രത്യേകത, ഇസ്ലാമിന്റെ തൊഴിലാളി വർഗത്തോടുള്ള സമീപനം, ഇസ്ലാമിന്റെ നീതി വ്യവസ്ഥ, ഇസ്ലാമിന്റെ ഈ രംഗത്തുള്ള രാഷ്ട്ര സംവിധാനങ്ങൾ, ഇസ്ലാമിന്റെ ഭരണകൂടം, ഇസ്ലാമിന്റെ ഈ ക്രിമിനലും അതുപോലെ തന്നെ നമ്മൾ കാണുന്ന പല മേഖലയിലുള്ള നടപടിക്രമങ്ങൾ, അത് മാനവ സമൂഹത്തിൽ അവതരിപ്പിക്കപ്പെട്ടതിൽ പൂർണ്ണമായി ദൈവീകമാണ് എന്നുറപ്പുണ്ട്. അതുകൊണ്ട് ചൂഷണം നടക്കില്ല. അതുകൊണ്ട് സ്ത്രീയുടെ സൗന്ദര്യം വിറ്റ് കാശുണ്ടാക്കുന്ന ഹോസ്പിറ്റൽ റിസപ്ഷനിൽ സൗന്ദര്യമുള്ള പെണ്ണിനെ നിർത്തുന്ന കളി അത് ഇസ്ലാം വന്നാൽ കഴിയില്ല. മാംസം വിറ്റ കഴുകക്കണ്ണന്മാർക്ക്, സ്ത്രീയുടെ സൗന്ദര്യം മോന്തിക്കുടിക്കുന്ന കാമാസക്തർക്ക് അത് കഴിയാതെ വന്നാൽ എങ്ങനെ ഉൽപ്പന്നങ്ങൾ വിറ്റയിക്കപ്പെടും? അതുകൊണ്ട് ഇസ്ലാമിനെ പ്രതിക്കൂട്ടിൽ നിർത്തപ്പെടണം. അതുകൊണ്ട് ഇസ്ലാം അത് ടെററിസമാണ്, ഭീകരവാദമാണ് എന്ന് തെളിയിക്കേണ്ടതുണ്ട്. പക്ഷേ മുസ്ലിങ്ങളെ, പക്വമതികളായി ചിന്തിക്കേണ്ട നാം ഖുർആനിൽ നിന്ന് ചില കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ഒന്നാമതായി, ഇസ്ലാമിന്റെ ഏറ്റവും മൗലികമായ സിദ്ധാന്തം മനുഷ്യരെ സ്വർഗത്തിലേക്ക് നയിക്കുക എന്നുള്ളതാണ്. സ്വർഗത്തെക്കുറിച്ചുള്ള പ്രതീക്ഷയും നരകത്തെക്കുറിച്ചുള്ള ഭയപ്പാടും. ഈ ലോക ജീവിതത്തിന് മൗലികമായ ഒരു ലക്ഷ്യമുണ്ട്. നിന്റെ ജീവിതത്തിന് ലക്ഷ്യമുണ്ട്. നീ പഠിക്കുമ്പോഴും പരീക്ഷ എഴുതുമ്പോഴും ഉന്നതമായ ഒരു ജോലി നീ പ്രതീക്ഷിക്കുമ്പോഴും നിനക്കൊരു നല്ല ജീവിതം നീ പ്രതീക്ഷിക്കുമ്പോഴും ആ ജീവിതത്തോടുകൂടി അവസാനിക്കുന്നതല്ല. ഏതൊന്നിൻ്റെയും ലക്ഷ്യം അപ്പുറത്താണെങ്കിൽ നിന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം മരണത്തോടുകൂടി അവസാനിച്ചുകൂടാ. അതുകൊണ്ട് നിന്റെ വാക്കിൽ, നിന്റെ പ്രവൃത്തിയിൽ, നിന്റെ ചിന്തയിൽ, നിന്റെ കച്ചവടത്തിൽ, നിന്റെ വസ്ത്രധാരണത്തിൽ, നിന്റെ നാവിന്റെ ചലനത്തിൽ, നിന്റെ ക്രയവിക്രയങ്ങളിൽ, നിന്റെ അയൽപ്പക്ക ബന്ധങ്ങളിൽ, നിന്റെ വിശ്വാസ കർമ്മ ആചാര വൈയക്തിക വൈദേശിക രാഷ്ട്രീയ രാഷ്ട്രാന്തരീയ വിപ്ലവ മേഖലകളിൽ നിനക്ക് ചില സ്ഥാനങ്ങളുണ്ട്. അത് വഹിക്കാൻ, അത് സ്വീകരിക്കുവാൻ, അത് നെഞ്ചിലേറ്റുവാൻ ഇസ്ലാം മനുഷ്യരെ ക്ഷണിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ചൂഷണ വ്യവസ്ഥകൾക്ക് നിലനിൽപ്പില്ല. ആയതിനാൽ ഇസ്ലാമിനെ നശിപ്പിക്കേണ്ടത്, ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കേണ്ടത് ആളുകളുടെ ബാധ്യതയാണ്. ഇസ്ലാം ലോകത്തോട് എന്തേ പറഞ്ഞത്? ഇസ്ലാം ലോകത്തോട് എന്തേ ആവശ്യപ്പെട്ടത്? ഇസ്ലാം എന്താണ് മനുഷ്യരോട് പറഞ്ഞത്? കുൽ യാ അഹ്ലൽ കിതാബി തആലൂ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വബൈനകും അല്ലാ നഅബുദ ഇല്ലല്ലാഹ് വലാ തുജാദിലു അഹ്ലൽ കിതാബി ഇല്ലാ ബില്ലതി ഹിയ അഹ്സൻ ഇല്ലല്ലദീന ളലമൂ മിൻഹും ഉദൂ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇദത്തിൽ ഹസനതി വജാദിലഹും ബില്ലതി ഹിയ അഹ്സൻ. അല്ലേ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ് വഅമില സ്വാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ ഖുൽ ഹാദിഹി സബീലി അദൂ ഇലല്ലാഹ് അലാ ബസീറത്തിൻ വബയ്യനാഹു ലിന്നാസി ഫിൽ കിതാബി ഉലൈക യൽഅനുഹുമുല്ലാഹ് വയൽഅനുഹുമുൽ ലാഇനുൻ. എന്താ ഈ വചനങ്ങളെല്ലാം പറയുന്നത്? എന്താ ഈ വചനങ്ങൾ പറയുന്നത്? ക്രിസ്ത്യാനികളെ, വേദക്കാരെ, ജൂതന്മാരെ, ഋഗ്വേദം, സാമവേദം, അഥർവവേദം, യജുർവേദം, 108 സുപ്രധാനമായ ഉപനിഷത്തുക്കൾ, അവരും വേദത്തിന്റെ ന്യായികൾ എന്ന് അവകാശപ്പെടുന്നു. എങ്കിൽ വേദക്കാരെ, തആലൗ, തആലൗ, നിങ്ങൾ വരൂ. നിങ്ങൾ അകന്നു പോകുന്നല്ല, നിങ്ങൾ ഞങ്ങളിലേക്ക് വരൂ, നിങ്ങൾ ഞങ്ങളിലേക്ക് വരൂ. അല്ലേ, നിങ്ങൾ ഞങ്ങളോടൊപ്പം വരൂ. നമുക്കൊന്നിച്ചിരിക്കാം, നമുക്കൊന്നിച്ച് വേദി പങ്കിടാം അടിസ്ഥാനപരമായ ഒരു കാര്യത്തിന്. അതെന്താണ്? തആലൗ ഇലാ കലിമത്തിൻ, ഒരു കലിമത്തിലേക്ക്, സവാഇൻ, സമമായ ഒരു കലിമത്തിലേക്ക്, തുല്യമായി പറയാൻ പറ്റിയ ഒരു കലിമത്തിലേക്ക്, മനസ്സെല്ലാം സ്വീകരിക്കുന്ന ഒരു കലിമത്തിലേക്ക് നിങ്ങൾ വരൂ. സവാഇൻ ബൈനനാ വബൈനകും അല്ലാ നഅബുദ ഇല്ലല്ലാഹ്. നിങ്ങൾക്കും നിങ്ങളുടെയും ഞങ്ങളുടെയും ദൈവം ഏകനായ ദൈവമാകുന്നു. ഞാൻ ചോദിക്കട്ടെ, ഈ പ്രഖ്യാപനം സംഘർഷം വർദ്ധിപ്പിക്കുകയാണോ സംഘർഷം കുറയ്ക്കുകയാണോ? ഈ പരാമർശം സംഘർഷം കൂട്ടുകയാണോ സംഘർഷം കുറയ്ക്കുകയാണോ? ഒന്നിച്ച് ഭിന്നിച്ചു നിന്നവരെ വ്യത്യസ്ത ദൈവങ്ങളുടെ പേരിൽ എന്റെ ദൈവം, നിന്റെ ദൈവം, അതിന്റെ ദൈവം, ആ ദൈവത്തിന്റെ കഴിവെങ്ങനെ, നിന്റെ ദൈവത്തിന്റെ കഴിവുകേടെങ്ങനെ എന്ന് വാദിച്ച മുഴുവൻ സമൂഹത്തോടും തആലോ, വരൂ, ബാലാ, ജോസഫേ, സാറാമേ, ഏലിയാമേ, വാ, തമ്മിൽ തല്ലേണ്ടതല്ല, ഒന്നാവേണ്ടതാണ്, ഒറ്റ ദൈവത്തിന്റെ അടിമകളാണ് എന്ന് പറഞ്ഞതാണോ ഇസ്ലാം ലോകത്തോട് കാണിച്ച ഭീകരത? ഇസ്ലാം ലോകത്തോട് കാണിച്ച തീവ്രത ആണോ? അങ്ങ് ബോംബെയിൽ മുമ്പ് ബി.ആർ. അംബേദ്കറിന്റെ പ്രതിമയിൽ ചെരുപ്പ് ചാർത്തിയതിനെ അനാദരിച്ചു, കലാപമുണ്ടായി. ശേഷം ബോംബെയുടെ മഹാരാഷ്ട്ര ഉൾക്കൊള്ളുന്ന പ്രദേശങ്ങളിൽ ബി.ആർ. അംബേദ്കറിന്റെ പ്രതിമ തകർക്കപ്പെട്ടു.
4 പേര് കൊല്ലപ്പെട്ടു. 1400 വർഷത്തിന്റെ പ്രവാചക ചരിത്രത്തിൽ പ്രവാചകന്റെ പ്രതിമ നശിപ്പിച്ചിട്ട് ഒരു ഈച്ചയെ കൊന്നിട്ടുണ്ടോ ഈ മതം? ഇല്ല. എന്തേ ഇല്ലാത്തത്? ഞങ്ങളുടെ നാട്ടിലൊരു ചെല്ലുണ്ട്, നാഗത്തിങ്ങലാന എന്നെ കുത്തില്ല. അതെന്താ മൂപ്പില്ലാലേ? ഞാൻ നാഗത്തിങ്ങലാനന്റെ അടുത്ത് പോവില്ല. പോയാലല്ലേ കുത്തുക? ഞാൻ ആനന്റെ അടുത്ത് പോവില്ല. അതെ, ഞാൻ 2 വീലർമെന്ന് പോകൂല. എന്താ ഭാസ്കര? ഞാൻ 2 വീലർ കയറൂല, ബാക്കിലും കയറൂല, മുന്നിലും കയറൂല. പിന്നെ എങ്ങനെ ഞാൻ ഇന്ന് പോകുക? ഞാൻ ഇല്ല. ഇസ്ലാം പ്രതിമ നശിപ്പിച്ചിട്ട് ഒരു ഈച്ചരെ കൊല്ലേണ്ട ഗതികേട് ഇസ്ലാമിനില്ല. എന്തേ? പ്രതിമ ഉണ്ടെങ്കിലല്ലേ പൊളിക്കല്, ഉണ്ടെങ്കിലല്ലേ തകരല്? ഇല്ല. ലോകത്തേതെങ്കിലും ഒരു ആചാര്യന് പ്രതിമയില്ലെങ്കിൽ അത് മുഹമ്മദ് നബിക്കാണ്. അതിന്റെ പേരിൽ ലോകത്തിടക്കുന്ന കലാപം കുറച്ചു എന്ന് പറയുന്നത് എന്താണ്? ഇസ്ലാം കലാപത്തെ കുറച്ച് മനുഷ്യർ, ഇസ്ലാമിന്റെ യുദ്ധം പോലും കലാപല്ലാതിരിക്കാനാ, എല്ലാവരുടെയും മനുഷ്യാവകാശത്തിന് വേണ്ടിയാണ്. ഞാൻ നേരത്തെ ചോദ്യത്തിന് ഒരു മറുപടി പറഞ്ഞല്ലോ. ആ ഭരണഘടന രൂപീകരിക്കപ്പെടാൻ വേണ്ടിയാണ് ബദർ ഉണ്ടായത്, ഉഹദ് ഉണ്ടായത്, ഖന്തഖ് ഉണ്ടായത്, ഖൈബർ ഉണ്ടായത്, ഹുനൈൻ ഉണ്ടായത്, മൂത്തയുണ്ടായത്, ഖാദിസിയ ഉണ്ടായത്. 80-ലധികം സൈനിക നീക്കങ്ങളിൽ പ്രവാചകൻ നേരിട്ട് പങ്കെടുത്ത 27 സൈനിക നീക്കങ്ങൾ ഉണ്ടായത് മനുഷ്യാവകാശത്തിനു വേണ്ടിയാണ്. ഇനി വളരെ ഗൗരവമായി മനസ്സിലാക്കുക, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ശ്രീനാരായണ ഗുരുവിന്റെ പ്രതിമ തകർക്കപ്പെട്ടു, പ്രശ്നമുണ്ടായി. പക്ഷെ മുഹമ്മദ് നബിയുടെ പ്രതിമ തകർക്കപ്പെട്ടോ? പ്രശ്നം ഉണ്ടായോ? ഇല്ല. അപ്പൊ പ്രശ്നം കുറഞ്ഞോ? ഇസ്ലാം പ്രശ്നത്തെ കുറച്ചുകൊണ്ടുവന്നോ? എല്ലാ രംഗത്തും കുറച്ചുകൊണ്ടുവന്നോ? അതെ. അവിടെയാണ് ഇസ്ലാമിന്റെ ആദർശത്തിന്റെ മഹത്വം. അത് നേരത്തെ ഇവിടെ സൂറത്ത് ബഖറയിൽ 272-ാമത്തെ വചനം, ലൈസ അലൈക, അല്ലേ, നിങ്ങൾക്ക് ഇവർക്ക് ഹിദായത്ത് കൊടുക്കേണ്ട കാര്യമില്ല. പിന്നെയോ, വമാ തുൻഫിഖൂ മിൻ ഖൈറിൻ ഫലിഅൻഫുസികും വമാ തുൻഫിഖൂന ഇല്ലാ ഇബ്തിഗാഅ വജ്ഹില്ലാ. നിങ്ങൾ ചോറ് കൊടുക്കണോ ചായ കൊടുക്കണോ ആളെ ദീനിൽ കൂട്ടാനല്ല, കുറെ കൊടുത്തു നോക്കി. ഇസ്ലാം സ്വീകരിക്കുന്നില്ല അച്ഛനും അമ്മയും, അതുകൊണ്ട് മക്കൾ എന്ത് ചെയ്തു? തരൂല തീരുമാനിച്ചു. 15ഓളം വ്യാഖ്യാന കുറിപ്പുകളാണ് ആയത്തിനുള്ളത്. ഖുർത്തുബിയൊക്കെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. എന്താണ് അവിടെ പറയുന്നത്? മക്കള് മാതാപിതാക്കളെ നല്ലോണം നോക്കി. അവർ അമുസ്ലിങ്ങളായിരുന്നു, അവർ മുസ്ലിങ്ങളാവുന്നില്ല എന്ന് കണ്ടപ്പോൾ നിർത്തിവെച്ചു. അള്ളാഹ് പറഞ്ഞു, ചോറ് കൊടുക്കണോ ചായ കൊടുക്കണോ മത്ത് കൂട്ടാനല്ല, അത് നിനക്ക് സ്വർഗം കിട്ടാനും പുണ്യം കിട്ടാനാണ്. ദാറ്റ്സ് ഓൾ. യുത്ഇമൂന ത്വആമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറാ ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാ ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ ഇന്നാ നഖാഫു മിർ റബ്ബിനാ യൗമൻ നബൂസൻ കംതരീറാ. സ്വന്തം വയറിനെ പട്ടിണിക്കിട്ട് പാവപ്പെട്ടവന് ചോറ് കൊടുക്കുന്ന മനുഷ്യ, അള്ളാന്റെ വജ്ഹ് ഉദ്ദേശിച്ച് അവരുടെ ഭംഗിവാക്ക്, അവരുടെ നന്ദി വാക്ക് അതൊന്നും പ്രതീക്ഷിക്കാതെ ചോറ് കൊടുക്കുന്ന മനുഷ്യരെ, ബന്ധനസ്ഥരെ സഹായിക്കുന്ന മനുഷ്യരെ, നിങ്ങൾക്കുള്ളതാ സ്വർഗം എന്ന് പഠിപ്പിച്ച് 76-ാം അധ്യായം സൂറത്ത് ഇൻസാൻ 8-10 വരെയുള്ള വചനം. അപ്പൊ ഒരു മുസ്ലിമിന് ഒറീസയിൽ ചോറ് കൊടുത്തിട്ട് ഒരു മതപരിവർത്തനം, അതാണല്ലോ നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ വിവാദങ്ങളിലൊന്ന്. ഇസ്ലാമിന് ഇല്ല. നേരത്തെ ഇവിടെ അനുസ്മൗലവി മറുപടി പറഞ്ഞപ്പോ സൂറത്ത് യൂനസ് 10-ാം അധ്യായം 99-ാമത്തെ വചനം ഉദ്ധരിച്ചിരുന്നു. കുല്ലുഹും ജമിയ, എല്ലാരും മുഅ്മിനാകാൻ അങ്ങനെ ഒരു പദ്ധതി നിങ്ങളെ ഏൽപ്പിച്ചിട്ടില്ല. അത് അള്ളാന്റെ ഡ്യൂട്ടിയാണ്. അള്ളാഹ് വിചാരിച്ചിരുന്നുവെങ്കിൽ എല്ലാവരെയും, ഈ ഭൂമിയിലെ മൻഫില്ലർ, ഈ ഭൂമിയിലെ മുഴുവൻ ആളുകളെയും അള്ളാഹു മുസ്ലിങ്ങളാക്കിയിരുന്നു. പടച്ചോൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. പടച്ചോൻ ഒരു പരീക്ഷണമാക്കി വെച്ചു. പടച്ച തമ്പുരാൻ ഒരു പരീക്ഷണമാക്കി അതിനെ വെച്ചു. ഇത് വളരെ പ്രധാനമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ലാ ഇക്റാഹ ഫിദ്ദീൻ, മതത്തിൽ ബലാത്കാരമില്ല, മതത്തിൽ ബലാത്കാരമില്ല, ഒരു നിലക്കും ബലാത്കാരമില്ല മതത്തിൽ. ലാ ഇക്റാഹ ഫിദ്ദീൻ ഖദ് തബയ്യന അർ-റുശ്ദു മിനൽ ഗയ്, നന്മയും തിന്മയും വേർതിരിഞ്ഞിട്ടുണ്ട്. ഭാസ്കരന്റെ മുമ്പിൽ, ജോർജിന്റെ മുമ്പിൽ, VS അച്യുതാനന്ദന്റെ മുമ്പിൽ, ഇന്ത്യയുടെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ മുമ്പിൽ, ഒബാമയുടെ മുമ്പിൽ, ലാൽ കൃഷ്ണ അദ്വാനിയുടെ മുമ്പിൽ, വിനയ് കത്യാറിന്റെ മുമ്പിൽ, അശോക് സിംഗാളിന്റെ മുമ്പിൽ ധൈര്യമായി കയറി ചെന്ന് ദൈവത്തിലേക്ക് ക്ഷണിക്കാനാണ് ഞങ്ങൾ വന്നത്. ഭാസ്കരന്റെ ദൈവത്തിലേക്കല്ല, പഞ്ചായത്തിന്റെ ദൈവത്തിലേക്കല്ല, ഗ്രാമീണന്റെ ദൈവത്തിലേക്കല്ല, ദേശത്തിന്റെ ദൈവത്തിലേക്കല്ല. പിന്നെയോ ഓം സദേ സമസ്തേ, സർവലോകാശ്രയായ, സർവലോകത്തെയും ആശ്രയിക്കാൻ പറ്റിയ ഒരു ദൈവം, ഈ വിശ്വത്തെ മുഴുവനും സൃഷ്ടിച്ച ഹിരണ്യഗർഭൻ അല്ലേ? ഋഗ്വേദം 10-ാം മണ്ഡലം 121-ാമത്തെ സൂക്തം 1-ാമത്തെ ഋക്ക്. ആ സിട്ടാവ് ഹിന്ദുവിന്റെയും മുസ്ലിമിന്റെയും ക്രിസ്ത്യാനിയുടെയും സിട്ടാവ്. ഭാസ്കര, ഡാ ഡാ ഞാനും നീയും സഹോദരനാണടാ, ആദമിന്റെ മക്കളാണടാ. കാനന്നാസു ഉമ്മത്തൻ വാഹിദ, കാനന്നാസു ഉമ്മത്തൻ വാഹിദ. മനുഷ്യ സമുദായം ഒരേക സമുദായമായിരുന്നു, ഒറ്റ തറവാട്ടിലെ മക്കളായിരുന്നു. ആ തറവാട് ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുക. അങ്ങോട്ട് കയറി ചെല്ലണം. ആർക്ക്? ആർക്ക്?
ലോകത്തെ മുഴുവൻ മനുഷ്യർക്കും 714 കോടി ജനങ്ങൾക്കും ഒന്നിച്ച് കൈപിടിച്ച് ആനന്ദിച്ച് സന്തോഷിച്ച് ആ തറവാട്ടിലേക്ക് കയറി ചെല്ലണം. ഖുർആനിന്റെ 2-ാം അധ്യായം 213-ാമത്തെ വചനമാണ്. ഇന്നഹാദിഹി ഉമ്മത്തുക്കും ഉമ്മത്തൻ വാഹിദ. മനുഷ്യ സമുദായം ഒരു ഏക സമുദായമാണ്. വിശുദ്ധ ഖുർആൻ 23-ാം അധ്യായം അല്ലേ, 53-ാമത്തെ വചനമല്ലേ? എല്ലാവരും ഒരേ സമുദായത്തിലെ അംഗങ്ങളാണ്, ആദമിന്റെ മക്കളാണ്. യാ അയ്യുഹന്നാസ് ഇത്തഖു റബ്ബക്കുമുല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹാ വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ. ഒരാത്മാവിൽ നിന്നാണ് നിങ്ങളൊക്കെ സൃഷ്ടിച്ചത്. അപ്പൊ ഈ ലോകത്ത് നേരത്തെ ചോദ്യം ചോദിച്ച RSS കാരൻ ആരാ? ആദമിന്റെ മക്കളാണ്. ഇനി ആദമിന്റെ മക്കളുടെ പ്രത്യേകത എന്താ? ഇന്ന അബാക്കും വാഹിദ് കുല്ലുക്കും മിൻ ആദം. ആദമിന്റെ മക്കളാ നിങ്ങൾ. ഇന്ന റബ്ബുക്കും വാഹിദ്, നിങ്ങളുടെ ദൈവം ഏകനാണ്. ബാല എന്താ ഈ പറയുന്നത്? ഇസ്ലാം എന്താ ബാല പറയുന്നത്? നമ്മുടെയൊക്കെ ദൈവം ഒന്നാണ്.